ചെമ്പനീർ പൂവിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ ഒരു വർഷത്തിന് ശേഷം നീലിമ വീണ്ടും കാനഡയിൽ നിന്ന് നാട്ടിലേക്ക് വരുന്ന സമയത്തിന് സച്ചിയുടെ ഓട്ടം തന്നെ ആയിരിക്കട്ടെ വിളിക്കുന്നത്. സച്ചിയോടുള്ള ഫ്രണ്ട്ഷിപ്പ് കൊണ്ട് തന്നെ നീലിമ ഏതായാലും വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നുണ്ട് സച്ചി. നീലിമയെ കാണുന്ന സമയത്തിന് ചന്ദ്രമതിക്ക് ഭയങ്കര അങ്ങ് ദേഷ്യം വരുന്നുണ്ട് എന്ന് മാത്രമല്ല നീലിമയോട് അങ്ങ് പൊട്ടിത്തെറിക്കാണ്. എന്നിട്ട് ചോദിക്കുന്നത്, എടി നീ കൊണ്ടുപോയ കാശ് എവിടെ? നീ കൊണ്ടുപോയ 50 ലക്ഷം രൂപ എവിടെ? അതെന്റെ ഹസ്ബൻഡിന്റെ റിട്ടയർമെന്റ് കാശാണെന്നൊക്കെ പറയും ചന്ദ്ര. എന്റെ ഭർത്താവിന്റെ ക്യാഷ് കട്ടുകൊണ്ടുപോയിട്ടാണ് നീ കാനഡയിലേക്ക് പോയിട്ട് വലിയ ബിസിനസ്സുകാരിയായി മാറിയത്. മര്യാദക്ക് എന്റെ പണം എടുക്കടേ എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രമതി ദേഷ്യപ്പെട്ട് നീലിമയെ തല്ലാൻ വേണ്ടിട്ട് കയ്യോങ്ങും. അപ്പോഴേക്കും നീലിമ ചന്ദ്രമതിയുടെ കൈ അങ്ങ് തടഞ്ഞു വെച്ചുകൊണ്ട് തന്നെ പറഞ്ഞിട്ട്, ദേ അതിന്റെ പേരിൽ നിങ്ങൾ എന്നെയല്ല തല്ലേണ്ടത്, ദേ ഈ നിൽക്കുന്ന ഇവളെയാണെന്നൊക്കെ പറഞ്ഞ് ശ്രുതി അങ്ങ് ചൂണ്ടിക്കാണിച്ചു കൊടുക്കും. ഇവളാണ് എന്റെ കയ്യിൽ നിന്ന് പലിശ സഹിതം തന്നെ ആ 50 ലക്ഷം രൂപ വാങ്ങിച്ചെടുത്തത്. മാത്രമല്ല ആ പൈസ കൊണ്ടാണ് ഇവര് പുതിയ ഇലക്ട്രോണിക് ഷോപ്പ് പോലും തുടങ്ങിയത് എന്ന് പറയും. എന്നാൽ ഇത് കേൾക്കുന്ന സമയത്തിന് ചന്ദ്രമതിക്ക് ഒരു ഞെട്ടലായിരിക്കും. അപ്പോഴെന്നെ നീലിമ പറയുന്നുണ്ട്, അത് ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ സച്ചിയുടെ കൂടെ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. സച്ചിയോടുള്ള ഫ്രണ്ട്ഷിപ്പ് കൊണ്ട് ഈ കാര്യങ്ങളെല്ലാം നിങ്ങളോട് തുറന്നു പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് പറയാണ് നീലിമ. ഇനി ഏതായാലും 50 ലക്ഷം രൂപയുടെ കണക്കും പറഞ്ഞ് എന്നെ ഡിസ്റ്റർബ് ചെയ്യാൻ ആരും വന്നേക്കരുത്. ഞാൻ ഏതായാലും കാനഡയിലേക്ക് തന്നെ തിരിച്ചു പോവാണ്. സച്ചി, അടുത്ത തവണ ഞാൻ നാട്ടിലേക്ക് വരുമ്പോൾ നമുക്ക് വീണ്ടും മീറ്റ് ചെയ്യാമെന്നൊക്കെ പറയും. അങ്ങനെ നീലിമ ഏതായാലും സകല സത്യങ്ങളും ചന്ദ്രമതിയോട് തുറന്നു പറഞ്ഞതിന് ശേഷമായിരിക്കട്ടോ കാനഡയിലേക്ക് തിരിച്ചു പോയിരിക്കുന്നത്. ഇതെല്ലാം കേൾക്കുന്ന സമയത്തിന് ചന്ദ്രമതിക്ക് ഭയങ്കര അങ്ങ് ദേഷ്യം വരുന്നുണ്ട് എന്ന് മാത്രമല്ല ശ്രുതിയോട് അങ്ങ് പൊട്ടിത്തെറിക്കും. എന്നിട്ട് ചോദിക്കുന്നത്, എടി സത്യം പറയടി, നീ നീലിമയുടെ കയ്യിൽ നിന്നും 50 ലക്ഷം രൂപ വാങ്ങിച്ചോ എന്ന് ചോദിക്കും. എടി നീലിമയുടെ കയ്യിൽ നിന്നും നീ 50 ലക്ഷം രൂപ വാങ്ങിച്ചിട്ട് ഒരു വർഷം കഴിഞ്ഞില്ലേ? എന്നിട്ട് ഇന്നേ വരെ നീ ഈ സത്യം എന്നോട് തുറന്നു പറഞ്ഞില്ലല്ലോ. നിന്റെ അച്ഛൻ മലേഷ്യയിൽ നിന്നും അയച്ചിരിക്കുന്ന പണമാണ് എന്നൊക്കെ പറഞ്ഞ് നീ എന്റെ ഭർത്താവിന്റെ പണം കൊണ്ടല്ലേ നീ ബിസിനസ് ഒക്കെ തുടങ്ങിയിരിക്കുന്നത്. എടാ സുധി, അപ്പോ നീ നിന്റെ ഭാര്യയ്ക്ക് വേണ്ടിട്ട് ഈ അമ്മയെ പോലും ചതിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി വന്നിട്ട് സുധിയെ ആഞ്ഞടിക്കുന്നുണ്ട്. അമ്മയുടെ അടി സഹിക്കാനാവാത്ത സമയത്തിന് സുധി തുറന്നു പറയുന്നുണ്ട്, അമ്മ എന്നെങ്ങനെ അടിക്കല്ലേ? ശ്രുതി പറഞ്ഞത് കൊണ്ട് മാത്രമാണ് നീലിമ എനിക്ക് തന്ന 50 ലക്ഷം രൂപയുടെ കാര്യം ഞാൻ അമ്മയിൽ നിന്നും മറച്ചു വെച്ചത്. പകരം ആ 50 ലക്ഷം രൂപ കൊണ്ട് നമുക്ക് പുതിയ ബിസിനസ് തുടങ്ങാമെന്ന് ഈ ശ്രുതി തന്നെയാണ് എന്നോട് പറഞ്ഞതും. അമ്മ ഇതിന്റെ പേരിൽ എന്നെ ഇട്ടെങ്ങനെ അടിക്കല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടതിന് ശ്രുതി ഭയങ്കര കരച്ചിലായിരിക്കും. അന്നേരം ഇതും കേട്ടുകൊണ്ടതിന് രവീന്ദ്രൻ പറഞ്ഞിട്ട്, കഴിഞ്ഞതൊക്കെ നിങ്ങൾ എല്ലാവരും അങ്ങ് മറന്നേക്ക്. ശ്രുതി, നിന്നോടും കൂടിയാണ് പറയുന്നത്. കള്ളം പറയുന്ന ഈ ഒരു സ്വഭാവം നിങ്ങൾ രണ്ടുപേരും നിർത്തണം. ഇനി മുതലെങ്കിലും നിങ്ങൾ നന്നായിട്ട് ജീവിക്കാൻ നോക്ക്. എന്ത് കാര്യമാണെങ്കിലും കുടുംബത്തിലൊന്ന് ഡിസ്കസ് ചെയ്തിട്ട് വേണം കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ. നിങ്ങൾ ഒത്തിരിയധികം സ്നേഹിച്ചത് ചന്ദ്രയെ പോലും നിങ്ങൾ രണ്ടുപേരും ചേർന്ന് ചതിച്ചില്ലേ? ഏതായാലും അത് വളരെ മോശമായി പോയി എന്നിങ്ങനെ രവീന്ദ്രൻ പറയുന്ന സമയത്തിന് ശ്രുതി പറഞ്ഞിട്ട്, ആന്റി എന്നോട് ക്ഷമിക്കണം. ഞാൻ എല്ലാവർക്കും നല്ലതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തത്. ദയവ് ചെയ്ത് ആന്റി എനിക്ക് മാപ്പ് തരണമെന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ശ്രുതി നേരെ ചന്ദ്രമതിയുടെ കാല് പിടിക്കും. അന്നേരം ശ്രുതി വന്ന് കരഞ്ഞുകൊണ്ട് തന്നെ പറഞ്ഞിട്ട്, എന്നോട് മാപ്പാക്കണം അമ്മേ, ഞാൻ ശരിക്കും അമ്മയോട് ഇതൊന്നും മറച്ചു വെക്കാൻ പാടില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞു ശ്രുതി ഇങ്ങനെ പൊട്ടിക്കരയുന്നത് സമയത്ത് തന്നെ ചന്ദ്രമതി വന്നിട്ട് അവരെ രണ്ടുപേരും പിടിച്ചെഴുന്നേൽപ്പിക്കും. ചന്ദ്രമതി ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് രണ്ടുപേർക്കും വേണ്ടിയിട്ട് ഞാൻ എത്ര കാര്യങ്ങളൊക്കെ ചെയ്തു തന്നു, എന്നിട്ട് പോലും ഈ 50 ലക്ഷം രൂപ കിട്ടിയ കാര്യം നിങ്ങൾ രണ്ടുപേരും ചേർന്ന് എന്നിൽ നിന്നും മറച്ചു വെച്ചില്ലേ? ഇനി മുതൽ ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിൽ ഞാൻ അറിയാതെ ഒരിക്കലും ഒരു തീരുമാനം എടുക്കാൻ പാടില്ല ശ്രുതി. അന്നേരം ശ്രുതി പറഞ്ഞിട്ട്, ഇല്ല ആന്റി അറിയാതെ ഇനി ഞങ്ങളുടെ ജീവിതത്തിൽ യാതൊന്നും തന്നെ സംഭവിക്കില്ല എന്നൊക്കെ പറയുന്ന സമയത്തിന് ചന്ദ്രമതി ഏതായാലും അവർക്കൊക്കെ മാപ്പ് കൊടുക്കും. എന്നാൽ ഇതും കണ്ടുകൊണ്ടതിന് സച്ചി അങ്ങോട്ടേക്ക് വരുന്നുണ്ടായിരുന്നു. സച്ചി വന്ന് പറഞ്ഞിട്ട്, അച്ഛാതേ കണ്ടില്ലേ, തെറ്റ് ചെയ്തവർക്കൊക്കെ അമ്മ മാപ്പ് കൊടുത്തു കഴിഞ്ഞു. ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ബാക്കിയുണ്ട് അച്ഛാ എന്നൊക്കെ പറഞ്ഞ് സച്ചി അങ്ങോട്ടേക്ക് വരുന്ന സമയത്തിന് ചന്ദ്രമതി പറഞ്ഞിട്ട്, ഇവൻ എന്താ പറയാൻ വരുന്നത് എന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം രവിയേട്ടാ. നിങ്ങളുടെ പണം കൊണ്ടാണ് സുധി ബിസിനസ് തുടങ്ങിയേക്കുന്നത് എന്നുള്ള കാര്യം അവൻ അറിഞ്ഞല്ലോ. അതുകൊണ്ട് അതിൽ നിന്ന് ഷെയർ ചോദിക്കാൻ വേണ്ടിയിട്ടാണ് അവൻ വരുന്നത്. അതുകൊണ്ട് അതിൽ നിന്ന് ഒരു ചില്ലി കാശ് പോലും അവനെ കൊടുത്തേക്കരുത് എന്നൊക്കെ പറഞ്ഞു കൊടുക്കാട്ടോ ചന്ദ്രമതി. അന്നേരം സച്ചി പറഞ്ഞിട്ട്, അതേ അച്ഛ, അമ്മ പറയുന്നത് പകുതി ശരിയാണ്, പക്ഷെ അതിൽ പകുതി തെറ്റാണച്ച. എനിക്കാരുടെയും പണമൊന്നും വേണ്ട. നീ കട തുടങ്ങിയിരിക്കുന്നത് നിന്റെ അമ്മായച്ഛന്റെ കാശ് കൊണ്ടൊന്നുമില്ല, നമ്മുടെ സ്വന്തം അച്ഛന്റെ പണം കൊണ്ട് മാത്രമാണ്. അതായത് 10-35 കൊല്ലം എന്റെ അച്ഛൻ അധ്വാനിച്ച വിയർപ്പിന്റെ പണം കൊണ്ടാണ് നീ ബിസിനസ് തുടങ്ങാൻ ഉപയോഗിച്ചത്. അങ്ങനെയല്ല ആ കടയുടെ ഓണർഷിപ്പ് നമുക്ക് അങ്ങ് മാറ്റണം അച്ഛാ എന്നിങ്ങനെ സച്ചി പറയുന്ന സമയത്തിന് സുധിക്കൊരു ഷോക്കായിരിക്കും. അന്നേരം സുധി ചോദിക്കുന്നത്, എന്താടാ നിനക്ക് എന്റെ കടയുടെ ഓണർ ആവാൻ വേണ്ടിയിട്ടില്ലേ നീ ഈ സംസാരിക്കുന്നത് എന്ന് ചോദിക്കാണ് സുധി. അന്നേരം സച്ചി പറഞ്ഞിട്ട്, എടാ ഞാൻ ഇപ്പൊ തന്നെ 2 കാറിന്റെ ഓണറാണ്, എനിക്ക് ഏതായാലും തൽക്കാലം അത് മതി. നീ അച്ഛന്റെ പണം കൊണ്ടല്ലേ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്, അതുകൊണ്ട് തന്നെ ആ കടയുടെ ഓണർ നമ്മുടെ അച്ഛൻ തന്നെയാണ്. ഇനി ഏതായാലും നീ ആ കടയിൽ വെറും കണക്ക് നോക്കുന്ന ആള് മാത്രമായിരിക്കും, സാധാരണ ഒരു ജോലിക്കാരൻ എന്നൊക്കെ പറഞ്ഞു കൊടുക്കാട്ടോ സച്ചി. ആ കടയുടെ മുതലാണ് ഇനി അച്ഛൻ തന്നെയാണ്, ഇതാണ് എന്റെ തീരുമാനമെന്നും പറയും. സച്ചിയുടെ ആ ഒരു തീരുമാനം കേട്ടുകൊണ്ടതിന് രേവതി ഇങ്ങനെ കൈയടിച്ച് പൊട്ടിച്ചിരിക്കുന്നതും കണ്ടുകൊണ്ടതിന് ചന്ദ്രമതിക്കും ശ്രുതിക്കും ഒരു ഞെട്ടലായിരിക്കും. അന്നേരം സച്ചി പറഞ്ഞിട്ട്, എന്താ രേവതി നീ കൈകൊട്ടൽ നിർത്തിയത്? നന്നായിട്ട് കൈകൊട്ട്, മനസ്സിൽ എന്ത് തോന്നിയാലും അത് ഉടനെ ചെയ്യണമെന്നൊക്കെ പറയാണ് സച്ചി. എന്താ എല്ലാവരും ഈ തീരുമാനത്തിൽ ഓക്കെ അല്ലേ? ഞാൻ പറഞ്ഞത് കറക്റ്റ് അല്ലേ എന്നിങ്ങനെ സച്ചി ചോദിക്കുന്ന സമയത്തിന് വർഷ പറഞ്ഞിട്ട്, അതെ ഇതേതായാലും ഓക്കെയാണ് സച്ചിയേട്ടാ. ഏതായാലും അങ്കിളുടെ പണം കൊണ്ടല്ലേ കട തുടങ്ങിയത്, അതുകൊണ്ട് അങ്കിൾ തന്നെയാണ് ആ ഒരു ഷോപ്പിന്റെ ഓണർ. അങ്കിളുടെ തന്നെ അതിന്റെ ഓണർഷിപ്പ് കൊടുക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ടതിന് വർഷയും ശ്രീകാന്ത് സച്ചിയുടെ വാക്കിനെ സപ്പോർട്ട് ചെയ്യും. അന്നേരം രവീന്ദ്രൻ ചോദിക്കും,
ചോദിക്കുന്നത് എന്തിനാ സച്ചി ഇതൊക്കെ, ഞാനൊന്നും പോകുന്നില്ല കടയിലേക്ക് എന്ന് പറയുന്ന സമയത്തിന് സച്ചി പറഞ്ഞിട്ട് അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അച്ഛാ, ഇനി മുതൽ ആ കടയുടെ ഓണർ അച്ഛൻ മാത്രമാണ്, അമ്മയും ഈ കാര്യത്തിൽ ഓക്കെ ആയിരിക്കും, അതുകൊണ്ടായിരിക്കും അമ്മ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് എന്നൊക്കെ പറയാട്ടോ സച്ചി. ഏതായാലും ചന്ദ്രമതി ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് ശ്രുതിയെ മാറ്റി നിർത്തിക്കൊണ്ടതിന്റെ ശ്രുതിയോടങ്ങ് പൊട്ടിത്തെറിക്കാണ്. എന്നിട്ട് പറയുന്നുണ്ട്, നീലിമ നിങ്ങളുടെ കയ്യിലേക്ക് 50 ലക്ഷം രൂപ തന്നതുകൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് ഈ ബിസിനസ് തുടങ്ങാൻ സാധിച്ചത്, അത് നിങ്ങൾ എന്നിൽ നിന്നും മറച്ചു വെച്ചു, അതുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെയൊക്കെ സംഭവിച്ചതും. ശ്രുതി ഇനി നിങ്ങളുടെ കടയുടെ ഓണർ ആക്കണമെങ്കിൽ നീ തന്നെ വിചാരിക്കണം ശ്രുതി, നീ ഉടനെ തന്നെ നിന്റെ മലേഷ്യയിലുള്ള അച്ഛനെ വിളിച്ചിട്ട് 50 ലക്ഷം രൂപ ഇങ്ങോട്ടേക്ക് അയക്കാൻ പറയും, എങ്കിലേ പിന്നെ ഈ വീട്ടിൽ എനിക്കും നിനക്കൊക്കെ ഒരു വിലയുണ്ടാവുള്ളൂ എന്നങ്ങനെ ചന്ദ്രമതി പറഞ്ഞു കൊടുക്കുന്ന സമയത്തിന് ശ്രുതി പറയുന്നുണ്ട്, ആന്റി അതിന് എന്റെ അച്ഛൻ ഇപ്പൊ മലേഷ്യയിലെ ജയിലിലല്ലേ. അന്നേരം ചന്ദ്രമതി ചോദിക്കുന്നുണ്ട്, നിന്റെ അച്ഛനല്ലേടി ജയിലിലായിട്ടുള്ളൂ, പക്ഷെ അയാളുടെ സ്വത്തുക്കളെല്ലാം തന്നെ പുറത്തു തന്നെയല്ലേ ഉള്ളത്, നീ എങ്ങനെയെങ്കിലും അയാളെ കാര്യം അറിയിച്ച് 50 ലക്ഷം രൂപ ഇങ്ങോട്ടേക്ക് അയക്കാൻ പറയും, ആ പണം ഇങ്ങോട്ടേക്ക് വരുന്നത് വരെ നിങ്ങൾ എല്ലാ ദിവസവും ഈ വീട്ടിലിങ്ങനെ അപമാനപ്പെട്ടുകൊണ്ടേ ഇരിക്കുമെന്നൊക്കെ പറയാണ് ചന്ദ്ര. ഇതിപ്പോ നിങ്ങൾ മാത്രമല്ല ഞാനും കൂടി ചേർത്താണ് അപമാനപ്പെടാൻ പോകുന്നത്. ആ പൂ കെട്ടുന്നവളുടെ കൈ എന്റെ നേർക്ക് നീളും, അത് വേണ്ടായെങ്കിൽ നീ എന്തെങ്കിലും ചെയ്തേ പറ്റൂ, എന്റെ അഭിമാനം ഇപ്പൊ നിന്റെ കയ്യിലാണ് ശ്രുതി, അത് നീ എങ്ങനെയെങ്കിലും കാത്തു സൂക്ഷിച്ചേ പറ്റൂ, ഇനി നിന്നെ വിശ്വസിച്ചുകൊണ്ടാണ് ഞാൻ ഓരോ ദിവസം മുന്നോട്ട് നീക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കട്ടെ ചന്ദ്രമതി അവിടെ നിന്നങ്ങ് പോകുന്നത്. ശ്രുതിക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ ടെൻഷൻ അടിച്ച് നിൽക്കാണ് ശ്രുതി. പിന്നീട് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ സച്ചി ഏതായാലും വീട്ടുകാരെല്ലാവരെയും കൂട്ടിക്കൊണ്ട് തന്നെ സുധീരെ ഷോറൂമിലേക്ക് കയറി വരികയാണ്. എല്ലാവരെയും കാണുന്ന സമയത്തിന് സുധി ചോദിക്കുന്നത്, എന്തിനാടാ ഇവരെല്ലാവരെയും കൂട്ടിക്കൊണ്ട് എന്റെ കടയിലേക്ക് വന്നിരിക്കുന്നത് എന്ന് ചോദിക്കും. അന്നേരം സച്ചി പറഞ്ഞിട്ട്, എടാ നീ ആദ്യം ഈ ചെയറിൽ നിന്ന് എണീക്കടാ എന്ന് പറയുന്ന സമയത്തിന് സുധി ചോദിക്കുന്നുണ്ട്, ഞാൻ എന്തിനു എണീക്കണം, ഇത് എന്റെ കടയാണ് എന്ന് പറയുന്ന സമയത്തിന് സച്ചി പറഞ്ഞിട്ട്, എടാ ഒന്നും അറിയാത്തതുപോലെ നീ ഇങ്ങനെ പൊട്ടം കെട്ടി സംസാരിക്കല്ലേ, ശരിക്കും ഈ കടയുടെ ഓണർ അച്ഛനാണ് എന്ന് പറയും, നീ ഇനി മുതൽ ഈ കടയിലെ വെറും ഒരു വേലക്കാരൻ മാത്രമാണ്, വെറും ഒരു ജോലിക്കാരൻ മാത്രമാണ്, നീ അവിടെ നിന്നും എഴുന്നേൽക്ക്, എന്നിട്ട് എന്റെ അച്ഛൻ അവിടെ വന്നിരിക്കട്ടെ എന്ന് പറയാണ് സച്ചി. എന്നാൽ സുധി ആ ഒരു ചെയറിൽ നിന്നും എഴുന്നേൽക്കാൻ മടിക്കുന്ന സമയത്തിന് സച്ചി ഏതായാലും പിടിച്ചു വലിച്ച് സുധി അവിടെ നിന്നും ഇറക്കി വിടുന്നുണ്ട്. അതിനുശേഷം രവീന്ദ്രനെ അവിടെ ഇരുത്തിയതിനു ശേഷം ഒരു മാലയിട്ട് സ്വീകരിക്കും. എന്നാൽ ഇതെല്ലാം കണ്ടിട്ട് ഒട്ടും തന്നെ സഹിക്കാൻ കഴിയാതെ അങ്ങനെ ദേഷ്യം പിടിച്ച് നിൽക്കുമായിരിക്കട്ടെ ശ്രുതി. ആ സമയത്തിന് സച്ചി പറഞ്ഞിട്ട്, രേവതി നീ അമ്മക്കൊരു പൂമാല ഇട്ട് കൊടുക്കുക എന്ന് പറയുന്ന സമയത്തിന് രേവതി ഏതായാലും ഒരു പൂമാല ചന്ദ്രമതിയുടെ കഴുത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്ന് മാത്രമല്ല രവീന്ദ്രന്റെ തൊട്ടടുത്ത് കൊണ്ടുപോയി ഇരുത്തുന്നുണ്ട്. എന്നാൽ ഇതൊന്നും ചന്ദ്രമതിക്ക് അത്രങ്ങ് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. ആ സമയത്തിന് സച്ചി പറഞ്ഞിട്ട്, അതെ ഒരു നല്ല കാര്യം നടക്കുന്ന സമയത്തിന് സ്വീറ്റ്സ് കഴിക്കണം അച്ഛാ, ദേ സ്വീറ്റ്സ് എന്നൊക്കെ പറഞ്ഞ് സച്ചി ഏതായാലും സ്വീറ്റ്സ് എല്ലാവർക്കും ഇങ്ങനെ എടുത്തു കൊടുക്കുന്നുണ്ട്. ഷോറൂമിൽ വെച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്തിന് സുധി ഒന്നും മിണ്ടാതെ ഇങ്ങനെ തല താഴ്ത്തി നിൽക്കുമായിരിക്കട്ടെ. കാരണം കസ്റ്റമേഴ്സും അതുപോലെ അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ സുധിക്കൊന്നും തന്നെ പറയാൻ കഴിയുന്നില്ല. ഏതായാലും തിരിച്ച് വീട്ടിലേക്ക് വന്നതിന് ശേഷം സുധി ഏതായാലും സച്ചിക്ക് നേരെ അങ്ങ് പൊട്ടിത്തെറിക്കാണ്. എന്നിട്ട് സുധി ഇങ്ങനെ സച്ചിയോട് ചോദിക്കുന്നത്, എടാ ഞാൻ നിന്നേക്കാൾ കുറച്ചങ്ങ് വളർന്നു പോയി, അത് നിനക്ക് ഒരിക്കലും സഹിക്കാൻ കഴിയുന്നില്ല അല്ലേ, അതുകൊണ്ടല്ലേടാ നീ എല്ലാവരെയും കൂട്ടി കടയിലേക്ക് വന്നിട്ട് എന്നെ മനഃപൂർവ്വം അപമാനപ്പെടുത്തിയത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് തന്നെ സുധി അങ്ങ് പൊട്ടിത്തെറിക്കും. ആ സമയത്തിന്റെ രേവതി പറയുന്നത്, മതി ഇനി ഇതിനെ പറ്റിയിട്ടുള്ള സംസാരമൊന്നും വേണ്ട, ഇതെല്ലാം തുടങ്ങി വെച്ചത് നിങ്ങൾ തന്നെയല്ലേ, എന്റെ സച്ചിയേട്ടനെ കുറ്റപ്പെടുത്തി സംസാരിക്കേണ്ട അധികാരം നിങ്ങൾക്ക് ആർക്കും ഇവിടെ ഇല്ല, കാരണം നിങ്ങൾ പോലുള്ള ഒരാളൊന്നല്ല എന്റെ സച്ചിയേട്ടനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ രേവതി ശ്രുതിയോട് അങ്ങ് ദേഷ്യപ്പെടും. അന്നേരം ശ്രുതി ചോദിക്കുന്നുണ്ട്, നിങ്ങളെ പോലുള്ള ആളല്ല എന്ന് പറഞ്ഞാൽ എന്താ രേവതി അതിനർത്ഥം, നിന്റെ സച്ചി മാത്രം വലിയ ആളാണെന്നാണ് നീ പറഞ്ഞതിനർത്ഥം എന്ന് ചോദിക്കാണ് ശ്രുതി. നിന്റെ ഭർത്താവ് മാത്രം വലിയ ത്യാഗി, എന്റെ സുധി മാത്രം ഒന്നുമല്ല, അതല്ലേടി നീ ഉദ്ദേശിച്ചത് എന്ന് ചോദിക്കും. അന്നേരം രേവതി പറഞ്ഞിട്ട്, അയ്യോ ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ല ശ്രുതി എന്ന് രേവതി മറുപടി കൊടുക്കും. ഇതും കേട്ടുകൊടുത്തിട്ട് വർഷ ചോദിക്കുന്നത്, സച്ചേട്ടൻ ഇവിടെ എന്തോ വലിയ തെറ്റ് ചെയ്തതുപോലെയാണല്ലോ ശ്രുതിയെടുത്തി നിങ്ങളുടെ സംസാരം, ഇവിടെ ശരിക്കും തെറ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ ഹസ്ബൻഡാണ്, നിങ്ങൾ ഹസ്ബൻഡ് ആരോടും പറയാതെ ഷോപ്പ് തുടങ്ങിയപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങളുടെ അച്ഛൻ മലേഷ്യയിൽ നിന്ന് കൊണ്ടുവന്നതല്ല എന്ന കാര്യം ഞങ്ങളോട് ആരും പറയാതിരുന്നത്, നിങ്ങൾ ഷോപ്പ് തുടങ്ങിയിരിക്കുന്ന പണം അത് നീലിമ തന്നിരിക്കുന്ന 50 ലക്ഷം രൂപ കൊണ്ടല്ലേ, അത് അച്ഛന്റെ പണമായതുകൊണ്ട് തന്നെ അതിൽ എന്റെ ശ്രീകാന്തിന് ഷെയർ ഉണ്ട് എന്നൊക്കെ വിളിച്ചു പറയാട്ട വർഷ. നിങ്ങൾ ആ കാര്യം മറന്നുപോയെങ്കിൽ പോലും ഞങ്ങൾ അത് ചോദിക്കാത്തത് ഞങ്ങളുടെ സ്റ്റാൻഡേർഡ് കൊണ്ട് മാത്രമാണ്. ഇവരുടെ ബഹളമെല്ലാം കേട്ടുകൊണ്ട് തന്നെ ചന്ദ്രമതി പറഞ്ഞിട്ട്, മതി നിർത്ത്, ഇനി ഇതിനെ പറ്റിയിട്ട് സംസാരിക്കണ്ട, ഇതിനെല്ലാത്തിനും കാരണക്കാരി സുധി മാത്രമാണ്, നീലിമ പണം തന്നു എന്ന കാര്യം ഇവിടെ ഞങ്ങളോട് എല്ലാവരോടും പറഞ്ഞിരുന്നെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നമൊന്നും ഇല്ലായിരുന്നു, ഞാനും എന്റെ മോനും ഒരിക്കലും അപമാനപ്പെടില്ലായിരുന്നു. എന്നിട്ട് ശ്രുതിയോട് പറഞ്ഞിട്ട്, ശ്രുതി നിന്റെ ഇഷ്ടത്തിന് നീ ചെയ്യുന്ന ഈ ഓരോരോ പണിയുണ്ടല്ലോ അത് ഇന്നത്തോടെ നീ നിർത്തിക്കൊള്ളണം, ഇനി എന്ത് കാര്യം നീ ചെയ്യുകയാണെങ്കിലും എന്നോട് ചോദിച്ചിട്ട് വേണം നീ തീരുമാനം എടുക്കാൻ, മനസ്സിലായോടി എന്നൊക്കെ ചോദിച്ചുകൊണ്ട് തന്നെ ചന്ദ്രമതി ശ്രുതിക്ക് നേരെ അങ്ങ് പൊട്ടിത്തെറിക്കും. ആദ്യം നീ നീലിമയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച 50 ലക്ഷം രൂപയുണ്ടല്ലോ അത് സച്ചിയുടെ കയ്യിലേക്ക് തന്നെ തിരിച്ചു കൊടുക്കണം, അത് കൊടുക്കാനുള്ള മാർഗം എത്രയും പെട്ടെന്ന് തന്നെ നോക്ക്, അത് നിങ്ങൾ തിരിച്ചു കൊടുക്കുന്നത് വരെ സച്ചി നമ്മളെ കുത്തി നോവിച്ചുകൊണ്ടേയിരിക്കും. ഇപ്പൊ തന്നെ കണ്ടില്ലേ സച്ചി ഒരു കാര്യം പറഞ്ഞപ്പോഴേക്കും ഇതുവരെ കടയിലെ മുതലാളിയായ സുധി ഇപ്പൊ അവിടെ വെറും ഒരു വേലക്കാരനാക്കി മാറ്റിയില്ലേ സച്ചി, ഈ വീട്ടിൽ ഇപ്പൊ എനിക്ക് യാതൊരു വിലയുമില്ല, എന്റെ വിലയെല്ലാം പോയി, ഇതിനെല്ലാത്തിനും കാരണക്കാരി നീ ഒറ്റൊരുത്തിയാണ് എന്നൊക്കെ പറഞ്ഞ് ശ്രുതിനെ കുറ്റപ്പെടുത്തി സംസാരിക്കും. എന്നെ ചതിച്ചിട്ട് എന്നോട് പോലും പറയാതെ എന്റെ പണം കൊണ്ട് നിങ്ങൾ പോയിട്ട് ബിസിനസ് നടത്തി, എന്നിട്ടിപ്പോ എന്താ നിങ്ങൾ കാൽ കാശിന് പോലും ഗതിയില്ലാത്തവരായി മാറിയില്ലേ, എത്ര പെട്ടെന്ന് 50 ലക്ഷം രൂപ ഉണ്ടാക്കി നിങ്ങൾ സച്ചിയുടെ കയ്യിൽ കൊടുത്തേ പറ്റൂ, അതിനുള്ള മാർഗം നിന്റെ അച്ഛൻ വഴി നീ തന്നെ ഉണ്ടാക്കണം, അതല്ലാതെ ഇനി നിങ്ങളുടെ മുന്നിൽ മറ്റു വഴിയില്ല എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രമതി ഇങ്ങനെ ദേഷ്യപ്പെടുന്ന സമയത്തിന് ശ്രുതി കാകങ്ങ് പേടിയാവും. ശ്രുതി പറഞ്ഞിട്ട്,
ശരി ആന്റി, ഞാൻ എന്റെ അച്ഛനോട് പറഞ്ഞിട്ട് എങ്ങനെയെങ്കിലും ആ പൈസ ഒപ്പിച്ചോളാം എന്നൊക്കെ പറയാണ് ശ്രുതി. എന്നാൽ ഇവർ ഈ സംസാരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ സച്ചി മാറി നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. സച്ചിക്ക് ഏതായാലും ചന്ദ്രമതിയുടെ വാക്കെല്ലാം കേൾക്കുന്ന സമയത്തിന് ഭയങ്കര അങ്ങ് സന്തോഷമാവുന്നുണ്ട് എന്ന് മാത്രമല്ല, സച്ചി നേരെ രേവതിയുടെ അടുത്തേക്ക് വന്നുകൊണ്ട് തന്നെ രേവതിക്ക് അങ്ങ് കൈ കൊടുത്തുകൊണ്ട് തന്നെ പറയുന്നുണ്ട്, രേവതി, ഇത്ര കാലം നീ ഇവിടെ ഒറ്റക്കായിരുന്നില്ലേ, ഇപ്പൊ ഏതായാലും നിനക്കൊരു പാർട്ണറും കൂടി ആയില്ലേ എന്ന് ചോദിക്കുന്ന സമയത്തിന് ഒന്നും മനസ്സിലാവാതെ രേവതി ഇങ്ങനെ നോക്കി നിൽക്കുമായിരിക്കും. ആ സമയത്തിന് സച്ചി പറഞ്ഞത്, പാർലർ അമ്മയും ഇപ്പൊ അമ്മ വഴക്ക് പറയാൻ തുടങ്ങി. ഇവരിങ്ങനെ സംസാരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ ശ്രുതി വാതിലിന്റെ അവിടെ നിന്ന് ഇങ്ങനെ ഒളിച്ചു കേൾക്കുമായിരിക്കും. ആ സമയത്തിന് രേവതി പറയുന്നുണ്ട്, അമ്മ എന്നെ വഴക്ക് പറയുന്നതെല്ലാം തന്നെ എനിക്കിപ്പോ ശീലമായില്ലേ സച്ചിയേട്ടാ. ഇപ്പൊ ഒരു ദിവസം അമ്മ എന്നെ വഴക്കൊന്നും പറയാതിരുന്നാലാണ് എനിക്ക് സങ്കടം. അമ്മ എന്തുകൊണ്ടാണ് ഇന്ന് എന്നെ വഴക്ക് പറയാത്തത് എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് ഞാൻ ആകെ സങ്കടപ്പെടും. എന്നാ പിന്നെ ശ്രുതിക്ക് അതൊന്നും ശീലമില്ലല്ലോ, അവൾ ഇപ്പോഴല്ലേ അമ്മയുടെ വഴക്ക് കേട്ട് തുടങ്ങിയത് എന്നിങ്ങനെ രേവതി പറയുന്ന സമയത്തിന് സച്ചി ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ആ അവളേതായാലും ഇപ്പൊ കേട്ടു തുടങ്ങിയില്ലേ, ഇനി ഏതായാലും അതും അവൾക്ക് ശീലമായിക്കോളും എന്നിങ്ങനെ ചിരിച്ചുകൊണ്ട് പറയാണ് സച്ചി. ഇവരുടെ സംസാരമെല്ലാം തന്നെ ചന്ദ്രമതി കേൾക്കുന്നുണ്ടായിരുന്നു. ആ സമയത്തിന് സച്ചി പറയുന്നുണ്ട്, രേവതി, നിന്നെയും പാർലർ അമ്മയും മാത്രമേ അമ്മക്ക് ഇങ്ങനെ നിർത്താതിരുന്ന് വഴക്ക് പറയാൻ പറ്റുള്ളൂ. വർഷയെ ഒരിക്കലും അമ്മക്ക് ഇങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. കാരണം വർഷയെ അമ്മക്ക് പേടിയാണ്. വർഷ ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞാൽ അതൊന്നും ഒരിക്കലും അവൾ കേട്ടു നിൽക്കില്ല. അവൾക്ക് ആരെയും ഭയമില്ല. അതുകൊണ്ട് തന്നെ അവൾ ഒരിക്കലും ഇത് കേട്ടു നിൽക്കില്ല എന്നിങ്ങനെ സച്ചി പറയുന്ന സമയത്തിന് ഇതെല്ലാം കേട്ടിട്ട് ഇങ്ങനെ ദേഷ്യപ്പെട്ട് നിൽക്കുമായിരിക്കട്ടെ ചന്ദ്രമതി. സച്ചി രേവതി ഇരുന്ന് തന്റെ സ്വഭാവത്തെ പറ്റിയിട്ടാണ് ഇങ്ങനെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നത് എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ ചന്ദ്രമതിക്ക് ഭയങ്കര അങ്ങ് ദേഷ്യം വരികയാണെന്ന് മാത്രമല്ല, അതൊന്നും കേട്ടിട്ട് അവിടെ നിൽക്കാൻ കഴിയാതെ ദേഷ്യപ്പെട്ട് അവിടെ നിന്നങ്ങ് പോകുന്ന ചന്ദ്രമതിയായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ.